ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു വൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി അനന്തു. മക്കളെ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരം ഒരു കിടിലൻ ലൈവായിട്ട് നാളെ ഞാൻ വരുവാണ്. സോ ആദ്യത്തെ ചാപ്റ്റേഴ്സ് തൊട്ട് അവസാനത്തെ ചാപ്റ്റേഴ്സ് വരെ, അതായത് 14 ചാപ്റ്റേഴ്സ് നമ്മൾ നാളത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യും. നാളത്തെ മുഴുവൻ സമയം ഞാൻ നിങ്ങളുടെ കൂടെ ആയിരിക്കും. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം മക്കളെ, എൻ്റെ കൂടെ കൂടി എല്ലാ ചാപ്റ്റേഴ്സും നല്ല കിടിലനായിട്ട് പഠിക്കുക. ഒന്നും അറിയാൻ വയ്യാത്ത കുട്ടികളാണെങ്കിൽ പോലും, ചില ചാപ്റ്റേഴ്സിൻ്റെ കൺസെപ്റ്റുകൾ അറിയാൻ വയ്യാത്ത കുട്ടികളാണെങ്കിൽ പോലും നമുക്ക് കിടിലനായിട്ട് ബേസിക് തൊട്ട് പഠിക്കാൻ പറ്റും. സോ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മക്കളെ, എത്ര നേരം വേണമെങ്കിലും എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ തയ്യാറാണ്. ഇനി പഠിച്ചു കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ അതൊരു റിവിഷൻ ക്ലാസ് ആയിട്ട് കണക്കാക്കുക. നിങ്ങൾ ചെയ്യേണ്ടത്, നാളെ ഒരു പുതിയ ഒരു ബുക്കോ അല്ലെങ്കിൽ ഒരു പേപ്പറോ എടുത്ത് തയ്യാറാകുക. ചാപ്റ്റേഴ്സ് ഓരോന്നായിട്ട് ഞാൻ പഠിപ്പിക്കുന്നത് എൻ്റെ കൂടെ തന്നെ എഴുതി പോരുക. നാളത്തെ ഒരു ദിവസം കൊണ്ട് നമ്മൾ റിവൈസ് ചെയ്യും, അല്ലെങ്കിൽ മൊത്തം കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ എൻ്റെ കൂടെ തന്നെ ഓരോ പ്രോബ്ലംസും എഴുതി നാളെ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള ചാപ്റ്റേഴ്സ് സെറ്റ് ആക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ പോകുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് മറ്റന്നാൾ എക്സാമിന് മുമ്പ് രാവിലെ തൊട്ടുള്ള ടൈം നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വയം റിവൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും എക്സാമിൻ്റെ തലേദിവസം പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും മറന്നു പോകത്തില്ല. ചിലവരുടെ സംശയമാണ്, ഇതെല്ലാം കൂടെ തലയിൽ നിൽക്കുമോ? ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്ന കുട്ടികൾക്ക് ഇതുവരെ പഠിച്ച് തുടങ്ങിയിട്ടില്ല, എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണം? സേ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ജയിക്കുമോ, എക്സാം ടഫ് ആകുമോ, ഇങ്ങനെയുള്ള പേടികളൊക്കെ ഉണ്ട്. സോ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാത്തരം കാര്യങ്ങളും നമ്മൾ പഠിക്കും. ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്ന കുട്ടികൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, കാരണം അവർക്ക് ഓൾറെഡി കിട്ടിയ മാർക്ക് അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. സേ എഴുതാൻ പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ ചിലപ്പോൾ ഇതൊരു കടമ്പയായിരിക്കും, ജയിക്കേണ്ട ഒരു അവസ്ഥയാണ്. ജയിക്കുക എന്നുള്ളത് അവരുടെ ഒരു എന്താ പറയണ, അവരുടെ ലാസ്റ്റ് അവസരമാണ്. അപ്പോൾ എല്ലാ മക്കളും, എല്ലാത്തരം മക്കളും എൻ്റെ ക്ലാസ്സുകൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ മക്കളെ, നന്നായിട്ട് ആത്മാർത്ഥതയോടുകൂടി നാളെ വരിക. അനാവശ്യമായ ഡിസ്കഷനൊക്കെ ലൈവിൽ ഒഴിവാക്കുക. പഠിക്കാൻ വേണ്ടി തയ്യാറായിട്ട് വരിക. എക്സാം നമുക്ക് തകർത്ത് വരാം. ഓക്കെ, അപ്പോൾ എല്ലാ മക്കളും ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തെടുക്കുക. എല്ലാ കുട്ടികളും, കുറേ ലൈവുകൾ നാളെ ഓൾറെഡി കാണും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈവ് തിരഞ്ഞെടുക്കാനുള്ള നിങ്ങളുടെ അവകാശമാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈവിൽ പോയി നിങ്ങൾക്ക് ക്ലാസ് കാണാം. പക്ഷേ എന്നെ ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടെങ്കിൽ മക്കളെ ക്ലാസ്സിലേക്ക് വരിക. നല്ല കിടിലനായിട്ട് നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ പഠിച്ചു പോകാം. ഇനി ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് ഇങ്ങനെ ഇടുന്നതിനേക്കാൾ നല്ലത് ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങളുടെ കൂടെ ഇരുന്ന് ലൈവ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. അതുകൊണ്ടാണ് എക്സാമിൻ്റെ തലേ ദിവസം ഞാനൊരു ലൈവ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും രാവിലെ 8:30 തൊട്ട് എത്ര മണിവരെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. എന്തായാലും മൊത്തം ചാപ്റ്റേഴ്സ് പഠിപ്പിച്ച ശേഷം ഞാൻ പോകത്തുള്ളൂ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ള മക്കളെ, നമ്മൾ ചാപ്റ്റർ തുടങ്ങുന്നത് 6 മാർക്കിൻ്റെ ചാപ്റ്റേഴ്സ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് പഠിച്ചു തരുന്നത്. ഓക്കെ, 6 മാർക്കിൻ്റെ എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു ചാപ്റ്ററാണ്. പിന്നെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് മറ്റൊരു ചാപ്റ്ററാണ്. പിന്നെ സ്ട്രെയിറ്റ് ലൈൻ അല്ലല്ലോ, സീക്വൻസ് ആൻഡ് സീരീസ് മറ്റൊരു ചാപ്റ്ററാണ്. പിന്നെ ട്രിഗ്നോമെട്രി. ഈ 4 ചാപ്റ്റേഴ്സ് ആയിരിക്കും 6 മാർക്കിന് നിങ്ങളുടെ എക്സാമിന് വരാൻ പോകുന്നത്. സോ ആ 4 ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത ശേഷമായിരിക്കും ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലേക്ക് കടക്കുന്നത്. അതും കൂടെ ഞാൻ അറിയിക്കുകയാണ്. ചില കുട്ടികൾക്ക് ഈ 4 ചാപ്റ്റേഴ്സിനകത്ത് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് വേണ്ടതെന്ന് നോക്കി എൻ്റെ കൂടെ കൂടുക. ഞാൻ പറഞ്ഞു, ട്രിഗ്നോമെട്രി, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്, സീക്വൻസ് ആൻഡ് സീരീസ്, പിന്നെ സ്റ്റാറ്റി. അപ്പോൾ ഈ 4 ചാപ്റ്റേഴ്സിൽ നിന്നായിരിക്കും 6 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. ഇതിലെ 3 എണ്ണം നിങ്ങൾ എഴുതണം. ഇപ്പോഴേ തീരുമാനിക്കുക ഏത് ചാപ്റ്റേഴ്സൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് ഇപ്പോഴേ തീരുമാനിക്കുക മക്കളെ. അതിനുവേണ്ടി തയ്യാറാകുക. ഓക്കെ, പിന്നെ മക്കളെ, നിങ്ങളുടെ വെയിറ്റേജ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ വീണ്ടും അത് ഡിസ്കസ് ചെയ്യുന്നില്ല. ഓൾറെഡി വെയിറ്റേജിൻ്റെ കാര്യം പറഞ്ഞ് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വെയിറ്റേജ് നോക്കുക. വെയിറ്റേജ് നോക്കി നിങ്ങൾ കാര്യം വേണമെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യാം. വെയിറ്റേജ് നിങ്ങൾക്ക് ഓക്കെ, ഫസ്റ്റ് ഇയറിൻ്റെ വെയിറ്റേജ് മക്കളെ, ഫസ്റ്റ് ഇയറിൻ്റെ വെയിറ്റേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നോക്കുക മക്കളെ, ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്, എത്ര മാർക്കിന് നിങ്ങൾ പഠിക്കണം, എത്ര മാർക്ക് ജയിക്കാൻ വേണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഈ വെയിറ്റേജ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളുക. ഞാൻ ഓൾറെഡി ചെയ്തതാണ്, അതുകൊണ്ടാണ് വീണ്ടും പറയാത്തത്. ഇതാണ് ഓരോ ചാപ്റ്റേഴ്സിലെ വെയിറ്റേജ്. കണ്ടല്ലോ മക്കളെ. ട്രിഗ്നോമെട്രി ഫംഗ്ഷനിൽ നിന്ന് 6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കാണും. പിന്നെ സീക്വൻസ് ആൻഡ് സീരീസിൽ നിന്ന് 6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കാണും. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൽ നിന്ന് 6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കാണും. സ്റ്റാറ്റിൽ നിന്ന് ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് 4 നമ്മൾ ഡിസ്കസ് ചെയ്ത ശേഷമായിരിക്കും നമ്മൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലേക്ക് പോകുന്നത്. സോ എന്തായാലും മക്കളെ, നാളെ നമുക്ക് തകർക്കാം. എല്ലാ മക്കൾസും എൻ്റെ കൂടെ കൂടുക. മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മക്കളെ, കൂടെ കൂടുക. നാളെ കിടിലിനായിട്ട് അടിച്ച് തകർക്കാം കേട്ടോ. ഓക്കെ, നാളെ 8:30 മറക്കരുത്. ഓക്കെ, ബൈ.